ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമചന്ദ്രന്റെയും സഹോദരന്മാരുടെയും വിവാഹ മഹോത്സവം തുടരുന്നു. വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തതനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യം. ഉർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം. വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം. തൊഴുതു ശ്രീരാമപാദാംബോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംബോജം. ശതാനന്ദൻ ജനക മഹാരാജാവിന്റെ പുരോഹിതൻ. അഹല്യയും ഗൗതമ മഹർഷിയുമാണ് ശതാനന്ദന്റെ മാതാപിതാക്കൾ. തദനു അതിനുശേഷം അർഘ്യപാദ്യാദികൾ, അർഘ്യം പാദ്യം തുടങ്ങിയവ. അർഘ്യം പൂജയ്ക്കായുള്ള ജലം, പാദ്യം കാൽ കഴുകാനുള്ള ജലം. അർച്ചിച്ചു, പൂജിച്ചു. ഉർവീന്ദ്രൻ രാജാവ്. പാദാബ്ജം പാദകമലം, പാദങ്ങളാകുന്ന താമരപ്പൂക്കൾ. മാതൃജനങ്ങൾ അമ്മമാർ, കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ. യഥാക്രമം ക്രമം അനുസരിച്ച്. ജനക മഹാരാജാവ് ആചാര്യനായ ശതാനന്ദനോടു കൂടെ ചെന്ന് അഭിവന്ദ്യനായ വസിഷ്ഠ മഹർഷിയെയും തുടർന്ന് അദ്ദേഹത്തിന്റെ പത്നിയായ അരുന്ധതി ദേവിയെയും അർഘ്യപാദ്യാദികൾ അർച്ചിച്ച് വേണ്ട രീതിയിൽ സ്വീകരിച്ചാനയിച്ചു. രാമലക്ഷ്മണന്മാർ പിതാവിനെ വണങ്ങി. സന്തോഷപൂർവം കുലഗുരുവായ വസിഷ്ഠന്റെ പാദപങ്കജങ്ങളെ തൊഴുതു. തുടർന്ന് അമ്മമാരെ വന്ദിച്ചു. അനുജന്മാർ ഭരതനും ശത്രുഘ്നനും ശ്രീരാമചന്ദ്രന്റെ പാദങ്ങൾ വന്ദിച്ചു. ഭരതനെ ലക്ഷ്മണനും ശത്രുഘ്നൻ ലക്ഷ്മണനെയും വന്ദിച്ചു. വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നുട കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. വക്ഷസി മാറിൽ, അനുമോദത്തോടെ സന്തോഷത്തോടെ. നിരൂപിച്ചാൽ ചിന്തിച്ചാൽ. ദശരഥ മഹാരാജാവ് ശ്രീരാമനെ തന്റെ മാറോട് ചേർത്ത് പുണർന്നു. തുടർന്ന് ലക്ഷ്മണകുമാരനെ ഗാഠമായി ആശ്ലേഷിച്ചു. ജനക മഹാരാജാവ് ദശരഥ ഭൂപന്റെ കൈകൾ ചേർത്ത് പിടിച്ച് വളരെ സന്തോഷത്തോടുകൂടി മധുരസ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു. വിവാഹം ചെയ്തയക്കാനായി എനിക്ക് 4 കന്യകമാരുണ്ട്. അങ്ങേക്കാകട്ടെ 4 പുത്രന്മാരും ഉണ്ട്. അതുകൊണ്ട് 4 പുത്രന്മാരുടെയും വിവാഹത്തെക്കുറിച്ച് നമുക്ക് മടി കൂടാതെ ചിന്തിക്കാം. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ഭേരുദുന്ദുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. മുഹൂർത്തം സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള ശുഭകാലം. 4 പേർക്കും. ചിത്രം അത്ഭുതകരം. രത്നമണ്ഡിത സ്തംഭം, നാനാവിധം രത്നങ്ങളാൽ അലങ്കൃതമായ തൂണ്. സ്തംഭം തൂണ്. തോരണം പടിവാതിലിനു പുറത്ത് 2 വശത്തും സ്തംഭം നാട്ടി അതിന്മേൽ മംഗളാർത്ഥകമായി കെട്ടിയുണ്ടാക്കുന്ന മാലാവിതാനം. രത്നമണ്ഡിത സ്വർണപീഠം, രത്നാലങ്കൃതമായ സ്വർണപീഠം. ബീരി ദുന്ദുബി, ഓരോ തരത്തിലുള്ള പെരുമ്പറകൾ. വൈദേഹി, വിദേഹരാജ്യത്തെ രാജകുമാരി സീത. സൂര്യവംശത്തിലെ കുലഗുരുവായ വസിഷ്ഠനും ജനകമഹാരാജാവിന്റെ പുരോഹിതനായ ശതാനന്ദനും രാജർഷി വിശ്വാമിത്രനും ചേർന്ന് ദശരഥ മഹാരാജാവിന്റെ 4 പുത്രന്മാർക്കും വിവാഹമുഹൂർത്തം കുറിച്ചു. അതിമനോഹരവും അത്യത്ഭുതകരവുമായ ഒരു വിവാഹ മണ്ഡപം ജനക രാജധാനിയിൽ പണിതീർത്തു.
നാനാതരം രത്നങ്ങൾ പതിച്ച തൂണുകളിൽ മനോഹരമായ തോരണങ്ങൾ നാട്ടി രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ച സ്വർണപീഠം വിവാഹ മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചു. ഭക്തിപൂർവം ശ്രീരാമപാദ പങ്കജങ്ങൾ കഴുകിച്ച ശേഷം ഭേരി, ദുന്ദുബി തുടങ്ങിയ മുഖ്യമായ വാദ്യങ്ങളുടെ ഘോഷത്തോടെ ഹോമം നടത്തി തന്റെ പുത്രിയായ വൈദേഹിയെ ജനകമഹീപതി ശ്രീരാമചന്ദ്രനു നൽകി. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശ വിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുട പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. തൽപാദതീർത്ഥം ശ്രീരാമചന്ദ്രന്റെ കാലു കഴുകിയ തീർത്ഥജലം. നിജശിരസി തന്റെ ശിരസിൽ. ഉൾപ്പുളകാംഗം രോമാഞ്ചത്തോടുകൂടിയ ശരീരം. അംഗം ശരീരം. ഭൂദേശൻ പരമേശ്വരൻ. വിധി ബ്രഹ്മാവ്. കാമ്യാംഗി സുന്ദരി. ശ്രീരാമചന്ദ്രന്റെ പാദതീർത്ഥം സ്വന്തം ശിരസിലണിഞ്ഞ് ഉൾപുളകിത ശരീരനായി ജനകമഹാരാജാവ് നിന്നു. ബോധേശനായ ശ്രീ പരമേശ്വരൻ, ബ്രഹ്മാവ്, മഹർഷീശ്വരന്മാർ തുടങ്ങിയവർ ഭക്തിപൂർവം ഏതൊരു പാദതീർത്ഥമാണോ തങ്ങളുടെ ശിരസിൽ ധരിക്കുന്നത് ആ തീർത്ഥമാണ് ജനകൻ ശിരസിലണിഞ്ഞത്. ഊർമിള ലക്ഷ്മണകുമാരനെ വിവാഹം കഴിച്ചു. സുന്ദരിമാരായ ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാരുടെ പത്നിമാരായി. എല്ലാവരും പരമാനന്ദം അനുഭവിച്ചു. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുട മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകഥാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേൻ. അതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ. അത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം എന്നോടു മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ. കുശികാത്മജൻ കുശികപുത്രനായ വിശ്വാമിത്രൻ. വിശദസ്മിതം വ്യക്തമായ പുഞ്ചിരി, തെളിഞ്ഞ ചിരി. യാഗഭൂദേശം യാഗഭൂമി. വിശുദ്ധ്യർത്ഥം ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി. ഏകത ഒരിക്കൽ. സീതാമധ്യേ ഉഴവുചാലിന്റെ മധ്യത്തിൽ. സീത ഉഴവുചാൽ. ജാതയായ ജനിച്ച. വളർത്തു വളർത്തിക്കൊണ്ട്. കുശികപുത്രനായ വിശ്വാമിത്രനോടും വരിഷ്ഠ താപസനായ വസിഷ്ഠനോടും കൂടി തെളിഞ്ഞ പുഞ്ചിരിയോടെ ജനകമഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു. എന്റെ മകളായ സീതയെക്കുറിച്ചുള്ള വൃത്താന്തങ്ങൾ എല്ലാം നാരദ മഹർഷി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ യാഗഭൂമി സംശുദ്ധമാക്കുന്നതിനു വേണ്ടി അവിടം ഉഴുതപ്പോൾ ആ ഉഴവുചാലിന്റെ മധ്യേ ഒരു പെൺകുഞ്ഞിനെ കണ്ടു. അവിടെ, അതായത് ആ ഉഴവുചാലിൽ ജനിച്ചതുകൊണ്ട് ആ ദിവ്യകന്യകയ്ക്ക് സീത എന്നു നാമകരണം ചെയ്തു. ആ കുഞ്ഞിനെ ഞാൻ എന്റെ മകളായി വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടേക്ക് ഒരു ദിവസം നാരദ മഹർഷി എഴുന്നള്ളി. അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു. നിന്നുട മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു. രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്മനി. തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്തം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു. പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. അജൻ ജനനമരണാദികൾ ഇല്ലാത്തവൻ. ദേവകാര്യാർത്ഥം ദേവന്മാരുടെ കാര്യത്തിനു വേണ്ടി. പങ്ക്തികണ്ഠ നിഗ്രഹം രാവണവധം. പങ്ക്തികണ്ഠൻ രാവണൻ. വിരിഞ്ചൻ ബ്രഹ്മാവ്. രുദ്രൻ പരമശിവൻ. സൂര്യാന്വയെ സൂര്യവംശത്തിൽ. അന്വയം വംശം. മായാമർത്യവേഷം മായാമാനുഷവേഷം. യോഗമായാദേവി യോഗേശ്വരന്റെ സൃഷ്ടിശക്തി. തവവേശ്മനി അങ്ങയുടെ ഭവനത്തിൽ. തൽക്കാരണത്താൽ ആ കാരണം കൊണ്ട്. ഇത്തം ഇപ്രകാരം. അല്ലയോ ജനകമഹാരാജാവേ, നിന്റെ മകളായ സീതയുടെ ചരിത്രം ഞാൻ പറയാം, കേട്ടുകൊള്ളൂ. പരമാനന്ദമൂർത്തിയും
പരമാത്മാവും ഭക്തവത്സലനുമായ ഭഗവാൻ നാരായണൻ ദേവന്മാരുടെ കാര്യത്തിനു വേണ്ടി ദേവേന്ദ്രൻ, ബ്രഹ്മാവ്, മഹേശ്വരൻ തുടങ്ങിയവർ അഭ്യർത്ഥിച്ചതുകൊണ്ട് രാവണ നിഗ്രഹത്തിനായി ഭൂമിയിൽ സൂര്യവംശത്തിൽ മായാമാനുഷ വേഷം ധരിച്ച് ശ്രീരാമനായി അവതാരം എടുത്തിരിക്കുന്നു. യോഗേശ്വരനായ മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ച കാലത്ത് യോഗമായാദേവി മനുഷ്യരൂപത്തിൽ അങ്ങയുടെ ഭവനത്തിൽ ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ യാതൊരു മടിയും കൂടാതെ ആദരപൂർവം ശ്രീരാമചന്ദ്രന് വിവാഹം ചെയ്തു നൽകുക. ഇപ്രകാരം പറഞ്ഞ ശേഷം നാരദ മഹർഷി പോയി മറഞ്ഞു. ഭക്തിപൂർവം ഞാൻ സീതയെ സ്വന്തം മകളായി വളർത്തി. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ, ചേതസി നിരൂപിച്ചാലെങ്ങനെയറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി. പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയിൽ ഇതിനെന്നു പൃഥ്വീപാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം മകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. ചേതസി മനസ്സിൽ, നിരൂപിച്ചാൽ ചിന്തിച്ചാൽ. പന്നകവിഭൂഷണൻ സർപ്പം ആഭരണമായിട്ടുള്ളവൻ ശ്രീ പരമേശ്വരൻ. പന്നകം സർപ്പം. അനുഗ്രഹശക്തിയ അനുഗ്രഹശക്തി കൊണ്ട്. മൃത്യുശാസന ചാപം മൃത്യുശാസനന്റെ ശ്രീ പരമേശ്വരന്റെ ചാപം വില്ല് ത്രയംബകം. മൽപുത്രി എന്റെ പുത്രി. പണം വ്യവസ്ഥ. പൃഥ്വീപാലകന്മാർ രാജാക്കന്മാർ. പൃഥ്വി ഭൂമി. ഉദ്ധതഭാവം അഹങ്കാരം. ജനക മഹാരാജാവ് തന്റെ വാക്കുകൾ തുടരുകയാണ്. സീതയെ രാഘവന് എങ്ങനെ നൽകും എന്ന കാര്യം ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് എങ്ങനെ ശ്രീരാമചന്ദ്രൻ അറിയും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്തിന്റെ ശക്തി കൊണ്ട് ഒരു ആശയം എന്റെ മനസ്സിൽ ഉദയം കൊണ്ടു. മൃത്യുശാസന ജാപമായ ത്രയംബകം മുറിക്കുന്ന പുരുഷൻ എന്റെ പുത്രിക്ക് ഭർത്താവാകണം എന്നൊരു വ്യവസ്ഥ വെച്ച് രാജാക്കന്മാരെ ക്ഷണിച്ചു വരുത്തി. അഹങ്കാരത്തോടെ വന്ന രാജാക്കന്മാർക്ക് വില്ലു കുലയ്ക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അതോടെ അഹങ്കാരബുദ്ധി അവസാനിച്ച ആ രാജാക്കന്മാരെല്ലാവരും തന്നെ നാണം കെട്ട് മടങ്ങിപ്പോയി. അദ്ഭുത പുരുഷനാമുൽപ്പലനേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പകസമനായ ചിൽ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഗദ്യോദായുധ സഹസ്രോദ്യോത രൂപത്തൊടും. ഗദ്യോദാന്വയെ പിറന്നോരു നിന്തിരുവടി വിദ്യുത് സംയുതമായ ജീമൂതമെന്ന പോലെ. ശക്തിയാം ദേവിയോടും യുക്തനായി കാൺകമൂലം ഭക്തവത്സലാ മമ സിദ്ധിച്ചു മനോരഥം. ഉൽപ്പലനേത്രൻ കരിങ്കൂവളപ്പൂ പോലുള്ള കണ്ണുകളോടുകൂടിയവൻ. ത്വൽപ്രസാദത്താൽ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്. ദർപ്പകസമൻ കാമദേവന് തുല്യൻ. ചിൽപുരുഷൻ ജ്ഞാനസ്വരൂപൻ പരമാത്മസ്വരൂപൻ. പിൽപ്പാട് പിന്നീട്. അദ്യ ഇന്ന്. മേ എനിക്ക്. ഗദ്യോദായുധ സഹസ്രോദ്യോത രൂപം. ഗദ്യോദായുധ സഹസ്രത്തിന്റെ ഉദ്യോതത്തോടുകൂടിയ രൂപം. കോടി സൂര്യന്മാരുടെ പ്രകാശമുള്ള രൂപം. ഗദ്യോദൻ സൂര്യൻ. അയുധം 10,000. സഹസ്രം 1000. അയുധ സഹസ്രം 10,000 1000 1 കോടി. ഉദ്യോതം പ്രകാശം. ഗദ്യോദാന്വയം സൂര്യവംശം. വിദ്യുൽ സംയുതം മിന്നൽ കൊടിയോട് ചേർന്ന. ജീമൂതം മേഘം. യുക്തൻ ചേർന്നവൻ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടും അത്ഭുത പുരുഷനായ ശ്രീരാമചന്ദ്രനെ എന്റെ മകൾക്ക് ഭർത്താവായി ലഭിച്ചു. അനന്തരം കാമദേവതുല്യനായ പരമാത്മസ്വരൂപനെ നോക്കി തെളിഞ്ഞ മനസ്സോടുകൂടി ജനക മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു. ഇന്ന് എന്റെ മനുഷ്യജന്മം സഫലമായി. കോടി സൂര്യന്മാർക്കു തുല്യമായ ശോഭയോടെ സൂര്യവംശത്തിൽ ജനിച്ച അങ്ങയെ മിന്നൽ പ്രഭയോടു ചേർന്ന കാർമേഘം പോലെ യോഗമായയായ ദേവിയോടൊന്നിച്ച് കണ്ടതുമൂലം അല്ലയോ ഭക്തവത്സല, എന്റെ ആഗ്രഹം സഫലമായി തീർന്നിരിക്കുന്നു.
രക്തപങ്കജചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം, മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജഗളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജഗളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജഗളിതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രപദം. ത്വൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യയും കിൽബിഷത്തോടു വേർപെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. രക്തപങ്കജ ചരണാഗ്രേ, ചെന്താമരപ്പൂ പോലുള്ള കാലടികളുടെ അറ്റത്ത്. മുക്തി മോക്ഷം. ത്വൽപാദാംബുജ ഗളിതാംബു ബിന്ദുക്കൾ, അങ്ങയുടെ പാദപങ്കജങ്ങളിൽ നിന്നും ഗളിതമാകുന്ന ജലബിന്ദുക്കൾ. തൃപ്പാദ തീർത്ഥം. ഉൽപ്പലോദ്ഭവൻ ബ്രഹ്മാവ്. ത്വൽപാദാംബുജ ഗളിതാംബു ധാരണം കൊണ്ട് അങ്ങയുടെ പാദകമലങ്ങളിൽ നിന്ന് ഒഴുകുന്ന ജലം ധരിച്ചതുകൊണ്ട്. സർപ്പഭൂഷണൻ ശ്രീ പരമേശ്വരൻ. ഐന്ദ്രപദം ഇന്ദ്രപദം. രജസ്പൃഷ്ടി രജസിന്റെ സ്പൃഷ്ടി, പൊടിയുടെ സ്പർശം. കിൽബിഷം പാപം. ബന്ധം ലൗകിക ബന്ധം. യോഗസ്ഥന്മാർ യോഗീന്ദ്രന്മാർ. എനിക്ക് ചെന്താമരപ്പൂ പോലുള്ള അങ്ങയുടെ പാദപങ്കജങ്ങളിൽ എല്ലായ്പ്പോഴും ഭക്തിയുണ്ടാവണം. അങ്ങനെ മുക്തിയും ലഭിക്കണം. അങ്ങയുടെ പാദപങ്കജങ്ങളിൽ നിന്നും ഗളിതമാകുന്ന ഒഴുകുന്ന ജലബിന്ദുക്കൾ ധരിച്ചുകൊണ്ടാണ് ഉൽപ്പലോദ്ഭവനായ ബ്രഹ്മാവ് ഈ ജഗത്തു മുഴുവൻ സൃഷ്ടിക്കുന്നത്. അങ്ങയുടെ പാദതീർത്ഥം ധരിച്ച് സർപ്പഭൂഷണനായ പരമേശ്വരൻ ലോകങ്ങളെല്ലാം സംഹരിക്കുന്നു. അങ്ങയുടെ പാദങ്ങളിൽ നിന്നും ഉണ്ടായ തീർത്ഥം ശിരസിലണിഞ്ഞതിനാൽ മഹാബലിക്ക് ഇന്ദ്രപദവി ലഭിച്ചു. അങ്ങയുടെ പാദകമലത്തിലെ പൊടിയുടെ സ്പർശത്താൽ അഹല്യാദേവി സർവപാപങ്ങളിൽ നിന്നും വേർപെട്ട് നിർമ്മലയായി തീർന്നു. യോഗികളായ മുനിശ്രേഷ്ഠന്മാർ അങ്ങയുടെ നാമസങ്കീർത്തനം കൊണ്ട് ലൗകിക ബന്ധങ്ങളിൽ നിന്നും മോചിതരായി മോക്ഷം പ്രാപിക്കുന്നു. ആ പാദപങ്കജങ്ങളുടെ സ്മരണ എല്ലായ്പ്പോഴും എന്റെ മനസ്സിൽ നിറയണം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടുകൊടുത്തീടിനാൻ മഹാധനം. കരികൾ 600,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം. പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. കരികൾ ആനകൾ, തുരകം കുതിര, പത്തി കാലാൾപ്പട. 1 ആന, 1 രഥം, 3 കുതിര, 5 കാലാൾ എന്നിവ ചേർന്ന ഒരു സൈന്യവിഭാഗമാണ് ഒരു പത്തി. കാഞ്ചനം സ്വർണം. ഭാരം 20 തുലാം. പരിഗ്രഹിച്ചു സ്വീകരിച്ചു. ഇപ്രകാരം പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ സ്തുതിച്ച ശേഷം ജനക മഹാരാജാവ് ഭക്തിപൂർവം വളരെയധികം സമ്പത്ത് ശ്രീരാമചന്ദ്രന് നൽകി. 600 ആനകൾ, 10,000 രഥം, 1,00,000 കുതിര, 1,00,000 കാലാൾപ്പട, 300 ദാസിമാർ, വിവിധ തരത്തിലുള്ള വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ, മുത്തുമാലകൾ, പലതരത്തിലുള്ള ദിവ്യരത്നങ്ങൾ, 100 കോടി ഭാരം സ്വർണം തുടങ്ങിയവ ജനക മഹാരാജാവ് തന്റെ പുത്രിയായ സീതാദേവിക്ക് നൽകി. ശ്രീരാമചന്ദ്രൻ അതെല്ലാം സന്തോഷപൂർവം സ്വീകരിച്ചു. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നോരു ജനക നൃപേന്ദ്രനും തൻ മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു. വഴിപോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. വിധിനന്ദനൻ വസിഷ്ഠൻ. വിധിപൂർവകം വിധിയാമണ്ണം. ഭക്തിയാ ഭക്തിപൂർവം. സമ്മാനിക്കുക ആദരിക്കുക. സമ്മോദം സന്തോഷം. കൽമഷം പാപം. ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് ദുഃഖം, ഉത്കണ്ഠ എന്നെല്ലാം അർത്ഥം സ്വീകരിക്കാം. പതിവ്രതാധർമ്മം. പതിവ്രതകളായ സ്ത്രീകൾ ആചരിക്കേണ്ടുന്ന ധർമ്മം. ധർമ്മധാരങ്ങൾ. ധർമ്മപത്നി.
ദാരങ്ങൾ എന്ന ശബ്ദം അർത്ഥം കൊണ്ട് ഏകവചനവും രൂപം കൊണ്ട് ബഹുവചനവും ആണ്. വസിഷ്ഠൻ മുതലായ ശ്രേഷ്ഠ മഹർഷിമാരെയും വിധിയാം വണ്ണം ഭക്തിപൂർവം പൂജിച്ചു വണങ്ങി. സുമന്ത്രർ തുടങ്ങിയ മന്ത്രിമുഖ്യന്മാരെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. സന്തോഷപൂർവം ദശരഥ മഹാരാജാവ് മിഥിലാപുരിയിൽ നിന്നും തന്റെ രാജധാനിയായ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. ദുഃഖങ്ങളെല്ലാം അകന്ന ജനക മഹാരാജാവ് തന്റെ മകളായ സീതാദേവിയെ ആലിംഗനം ചെയ്ത് അവൾക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം വേണ്ട രീതിയിൽ ഉപദേശിച്ചു കൊടുത്തു. ചിന്മയനും മായാമയനുമായ ശ്രീരാമചന്ദ്രൻ തന്റെ ഭാര്യയോടൊപ്പം യാത്രയായി. മൃദംഗാനഗഭീരീ തൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്കമ്മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. ആനകം പടഹവിശേഷം പെരുമ്പറ രാജഭടന്മാരെ ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടിയുള്ളത്. ഭേരി വലിയ ശബ്ദമുണ്ടാക്കുന്ന വാദ്യവിശേഷം, ശത്രുക്കളിൽ ഭയം ജനിപ്പിക്കുന്നത്. തുര്യം പടഹവിശേഷം. ശൃംഗം കൊമ്പ്. പിതൃമാതൃഭ്രാതാക്കൾ അച്ഛൻ അമ്മ സഹോദരങ്ങൾ. ദേശികന്മാർ ഗുരുജനങ്ങൾ. ഭൃത്യാമാത്യാദികൾ ഭൃത്യന്മാർ അമാത്യന്മാർ തുടങ്ങിയവർ. അമാത്യന്മാർ മന്ത്രിമാർ. ഗാംഭീര്യ ശബ്ദം മുഴക്കുന്ന ആനകം, ഭേരി, തൂര്യം തുടങ്ങിയ വാദ്യഘോഷങ്ങളോടും മൃദുശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന വീണ, കുഴൽ, ശൃംഗം, മദ്ദളം, ഇടയ്ക്ക തുടങ്ങിയ കാഹളങ്ങളോടും ശൃംഗാരരസപരിപൂർണങ്ങളായ വേഷങ്ങൾ കെട്ടിയ കലാരൂപങ്ങളോടും ആന, തേർ, കുതിര, കാലാൾ എന്നിവ അടങ്ങിയ ചതുരംഗപ്പടയോടും കൂടി പിതാവ്, മാതാക്കൾ, സഹോദരന്മാർ, കൗശികൻ, വസിഷ്ഠൻ തുടങ്ങിയ താപസേന്ദ്രന്മാരായ ഗുരുക്കന്മാർ, ഭൃത്യന്മാർ, മന്ത്രിമുഖ്യന്മാർ എന്നിവരോടൊപ്പം വേഗത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടപ്പോൾ ആകാശദേശത്ത് വിമാനങ്ങൾ നിറഞ്ഞു. ആ കാഴ്ച കാണാൻ ദേവകൾ ആകാശത്ത് നിരന്നു. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരീഗന്ധത്തോടും നടന്നു വിരവൊടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. സന്നാഹം ഒരുക്കം. തിങ്കൾ മണ്ഡലം തൊഴും ചന്ദ്രമണ്ഡലത്തേക്കാൾ ശോഭയാർന്ന ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിതധ്വജങ്ങൾ, ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അടയാളപ്പെടുത്തിയ കൊടിമരങ്ങൾ, മലയജം ചന്ദനം. ദുർനിമിത്തങ്ങൾ അശുഭലക്ഷണങ്ങൾ. ജനകമഹാരാജാവ് അല്പദൂരം അവരുടെ പിന്നാലെ ചെന്ന് യാത്രയയച്ചു. വെൺകൊറ്റക്കുട, തഴ, വെൺചാമരം, ചന്ദ്രമണ്ഡലത്തേക്കാൾ പ്രഭചൊരിയുന്ന ആലവട്ടങ്ങൾ, ചുവന്ന കൊടിക്കൂറകൾ കൊണ്ടലങ്കരിച്ച കൊടിമരങ്ങൾ, കുങ്കുമം, ചന്ദനം, കസ്തൂരി എന്നിവയുടെ സുഗന്ധത്തോടും കൂടി 3 യോജന വഴി പിന്നിട്ടപ്പോൾ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. ദുർനിമിത്തങ്ങൾക്ക് കാരണമായ ഭാർഗവരാമന്റെ രംഗപ്രവേശവും ഭാർഗവ ദർപ്പശമനവും അടുത്ത ഭാഗത്ത് നോക്കാം. ശ്രീരാമചന്ദ്രായ നമഃ.